ഹായ് ഫ്രണ്ട്സ്, കുടംപുളി ഇട്ട് വെച്ച ചൂരക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചൂരക്കറി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി അതിലേക്ക് വേണ്ട പൊടികൾ നോക്കാം. 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി. മുളക് പൊടി എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ആ എണ്ണയിലൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുതിരാൻ വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവിയിൽ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. തവിയിട്ട് ഇളക്കരുത്, തവിയിട്ട് ഇളക്കിയാൽ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കുടംപുളി ഇട്ട ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.